ഇന്ത്യയുടെ വിമാനങ്ങൾക്ക് പാകിസ്ഥാന്റെ വ്യോമ പരിധിയിലൂടെ യാത്ര ചെയ്യാനുള്ള വിലക്കുണ്ട്. പക്ഷെ ഈ വിലക്ക് മൂലം പാകിസ്ഥാന് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് 127 കോടി രൂപയാണ്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, പാകിസ്ഥാന്റെ ഡിഫൻസ് അധികൃതർ തന്നെയാണ്, പാകിസ്ഥാന്റെ പ്രതിരോധ വിഭാഗക്കാർ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഏപ്രിൽ 24 മുതൽ ജൂൺ 30 വരെയുള്ള കണക്കാണിത്. പഹൽഗാം ഭീകരാക്രമണം നടത്തിയതിന് ശേഷം അതിനൊരു പ്രതികാര നടപടി എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിനോടുള്ള പ്രതിഷേധം എന്ന നിലയിൽ ഇന്ത്യ സിന്ധു നദീജല കരാറിന് ഒരു മരവിപ്പിക്കൽ, ആ കരാറിന് പിൻവാങ്ങുകയും അല്ലെങ്കിൽ ആ കരാറിനെ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് പാകിസ്ഥാൻ നമുക്ക് നേരെ ഉപരോധം നടത്തിയത്. കാരണം ഇന്ത്യയുടെ വിമാനങ്ങളൊന്നും തന്നെ പാകിസ്ഥാൻ വ്യോമ അതിർത്തിയിലൂടെ കടക്കാൻ പാടില്ല എന്നൊരു ഉപരോധം ഏർപ്പെടുത്തിയത്. ആ ഉപരോധം നമ്മൾ തിരിച്ചും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 മാസം ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവർക്ക് ഉണ്ടായ നഷ്ടം 127 കോടി രൂപയാണെന്നാണ് പറയുന്നത്.